ഹലോ, നമ്മുടെ പഞ്ചാബ് കിങ്സിന് എന്താണ് പറ്റിയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യം ഈ IPL സീസണിൽ ആദ്യത്തെ 7 മാച്ചുകൾ കഴിഞ്ഞപ്പോൾ 6 മാച്ച് ജയിക്കുകയും 1 മാച്ച് KKR-നോട് സമനിലയും പിടിച്ചിട്ട് അൺബീറ്റൻ ടീമായി നിന്നിരുന്ന ടീമാണ് പഞ്ചാബ് കിങ്സ്. നോക്കൂ, അതിന് ശേഷമുള്ള 4 കളികളും അവർ തോറ്റു. ഇന്നലെ നടന്ന മത്സരത്തിൽ നോക്കൂ, അതായത് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽ 3 വിക്കറ്റിനാണ് പഞ്ചാബ് കിങ്സിനെ തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് 210 റൺസ് അടിച്ചു 5 വിക്കറ്റിന്. നോക്കൂ, 59 റൺസ് എടുത്ത് നോട്ട് ഔട്ട് ആയിരുന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, ദെൻ 56 റൺസ് എടുത്തിട്ടുള്ള നമ്മുടെ പ്രയാൻ ഷാരിയ, ദെൻ 38 റൺസ് എടുത്ത കൂപ്പർ കനോലി. 210 റൺസ് നല്ല റൺസാണ്. പക്ഷേ അത് ചേസ് ചെയ്യാൻ വന്നപ്പോൾ KL രാഹുൽ കളിച്ചില്ല. പക്ഷേ ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ അവിടെ കളിച്ചു. 56 റൺസ്, 50 റൺ എടുത്ത 28 ബോളിൽ 50 റൺസ് എടുത്ത ഡേവിഡ് മില്ലർ, ദെൻ 24 റൺ എടുത്ത അശുതോഷ് ശർമ്മ. ഇവർ സഹായത്തോടെ 216 റൺസ് അടിച്ച് അവർ 7 വിക്കറ്റിന് അടിച്ചു, 3 വിക്കറ്റിന് ജയിച്ചു. പക്ഷേ മാൻ ഓഫ് ദ മാച്ച് പറഞ്ഞാൽ ഭോപ്പാലിൽ നിന്നുള്ള ഒരു 22 വയസ്സുകാരൻ മാധവ് തിവാരി 2 വിക്കറ്റ് എടുത്തു, 8 റൺസ് എടുത്തു. ഇനി നോക്കൂ, ഇനി ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇന്ന് നടക്കാൻ പോകുന്ന കളി നോക്കൂ. 2ാം സ്ഥാനക്കാരായ SRH, 3ാം സ്ഥാനക്കാരായ GTയെ നേരിടും. ഇന്ന് ജയിക്കുന്ന ടീം 16 പോയിന്റുമായി 1ാം സ്ഥാനത്തേക്ക് വരും. തോൽക്കുന്ന ടീം 3ാം സ്ഥാനത്തേക്ക് പോകും. RCB സെക്കൻഡ് ആവും, പഞ്ചാബ് കിങ്സ് 4ാം സ്ഥാനത്താവും.